ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ടോപ്പിക്കിൽ നോർമലി എക്സാംസിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ലോജിക് ഫാമിലി. ഓക്കെ, ലോജിക് ഫാമിലിയുടെ ബേസിക്കലി ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ബേസിക് തിയറിയുമാണ് നമ്മൾ ഈ പറയുന്ന ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ലോജിക് ഫാമിലിയുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് രണ്ടായിട്ട് പറയാം: ബൈപോളാർ ലോജിക് ഫാമിലിയും യൂണിപോളാർ ലോജിക് ഫാമിലി. ഓക്കെ, നമുക്ക് BJT വെച്ചിട്ടുള്ള ലോജിക് ഫാമിലി ഇനിയാണ് നമ്മൾ ബൈപോളാർ ലോജിക് ഫാമിലി എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ മോസ് ട്രാൻസിസ്റ്റേഴ്സ്, CMOS, NMOS, PMOS ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫെറ്റ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, ആ പറയുന്ന ലോജിക് ഫാമിലി നമ്മൾ യൂണിപോളാർ ലോജിക് ഫാമിലി എന്ന് പറയും. ബേസിക്കലി രണ്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളത്: ലോജിക് ഫാമിലി, ബൈപോളാർ ഫാമിലിയും യൂണിപോളാർ. ഈ ബൈപോളാർ ലോജിക് ഫാമിലി തന്നെ ആക്ച്വലി രണ്ട് കാറ്റഗറി വരുന്നുണ്ട്: സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലിയും അൺസാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരു പെർട്ടിക്കുലർ ലോജിക് ഫാമിലി തന്നിട്ട് അത് ഏത് ലോജിക് ഫാമിലിയിലാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് എത്ര കാര്യമായിട്ട് നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് എളുപ്പമാണ് പറയുന്ന അൺസാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി ആണോ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി ആണോ എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പം അൺസാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി വരുന്ന ആക്ച്വലി രണ്ട് കാറ്റഗറിയാണ്, രണ്ട് ടൈപ്പ് കോൺഫിഗറേഷൻ ആണ്. ഒന്ന് ECL. ECL എന്ന് പറഞ്ഞാൽ ആക്ച്വലി എമിറ്റർ കപ്പിൾഡ് ലോജിക് ആണ്. ഓക്കെ, ECL ലോജിക് ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്: ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലി ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആണ് ECL. ബേസിക്കലി അൺസാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി ആണ് ഫാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഷോർട്ട് കീ TTL-ഉം അല്ലെങ്കിൽ ഷോർട്ട് കീ എന്നുള്ളൊരു വേർഡ് വരിക അല്ലെങ്കിൽ ECL, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ടത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനിൽ പ്രൊപ്പഗേഷൻ ഡിലേ ഇസ് വെരി സ്മോൾ ഓർ ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. അപ്പം ECL ഉണ്ടെങ്കിൽ ECL പ്രിഫറൻസ് കൊടുക്കുക. ECL ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് കീ വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതായിരിക്കും ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലി. ഇപ്പോൾ TTL-ന്റെ കേസ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഷോർട്ട് കീ വരുന്നതായിരിക്കും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ലോജിക് ഫാമിലി. ഓക്കെ, അതിന് ഷോർട്ട് ഫോം ആയിട്ട് ഇങ്ങനെയും പറയാറുണ്ട്, ഷോർട്ട് കീ TTL. ഓക്കെ, STTTL എന്നും ഷോർട്ട് ഫോം കൊടുക്കാറുണ്ട്. ECL എന്ന് പറഞ്ഞാൽ എമിറ്റർ കപ്പിൾ ലോജിക്. ഇത് രണ്ടുമാണ് ബേസിക്കലി നമ്മുടെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ലോജിക് ഫാമിലി. അപ്പോൾ ഞാൻ ക്ലാസിഫിക്കേഷൻ എന്നൊരു ആൻസർ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇവിടെ നോക്കുന്ന അൺസാച്ചുറേറ്റഡ് ആണ്. അൺസാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി ആയിരിക്കും ഫാസ്റ്റസ്റ്റ്. അതിനകത്ത് തന്നെ ECL ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ലോജിക് ഫാമിലി. ഇനി സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലിയിൽ വരുന്നതാണ് RTL. ഓക്കെ, റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്. ബേസിക്കലി അതിനകത്ത് റെസിസ്റ്ററും ട്രാൻസിസ്റ്റേഴ്സും ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിഷ്യലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോജിക് ഫാമിലിയാണ്. ഇനി അടുത്ത ലോജിക് ഫാമിലി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കപ്പിൾ ട്രാൻസിസ്റ്റർ ലോജിക്. ഓക്കെ, DCTL, ഡയറക്റ്റ് കപ്പിൾ ട്രാൻസിസ്റ്റർ ലോജിക്. ഈ ഡയറക്റ്റ് കപ്പിൾ ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ആക്ച്വലി I²L അല്ലെങ്കിൽ IIL. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ഇൻജക്ഷൻ ലോജിക്. അപ്പം ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, IC മാനുഫാക്ചറിന് പ്രിഫർ ചെയ്യുന്ന ഒരു ലോജിക് ഫാമിലി ഏതാന്ന് ചോദിച്ചാൽ ഇപ്പോൾ CMOS ആണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അതേപോലെ വരാവുന്ന പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉള്ളൊരു ലോജിക് ഫാമിലിയാണ് I²L, ഇന്റഗ്രേറ്റഡ് ഇൻജക്ഷൻ ലോജിക്. ഇതിനകത്ത് തന്നെ ഉണ്ട് ഇന്റഗ്രേറ്റഡ് എന്നുള്ള വേർഡ്. അപ്പോൾ ICs മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന ഒരു ലോജിക് ഫാമിലിയാണ് ഈ I²L. CMOS ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൻസർ അഗൈൻ കൺഫ്യൂസിങ് ആവും. ബട്ട് ഈ പറയുന്ന കാറ്റഗറി തന്നു കഴിഞ്ഞാൽ RTL-ഉം DCTL ഒക്കെ തന്നിട്ട് അതിൽ I² എന്നൊരു കോൺഫിഗറേഷൻ ആണ് തരുന്നതെങ്കിൽ നമുക്ക് I² എന്നുള്ള ആൻസർ പ്രിഫർ ചെയ്യാം. അടുത്തൊരു ലോജിക് ഫാമിലി എന്ന് പറയുന്നത് DTL ആണ്, ഡയോഡ് ട്രാൻസിസ്റ്റർ ലോജിക്. ഇതിനകത്ത് ഡയോഡും ട്രാൻസിസ്റ്ററും യൂസ് ചെയ്യുന്നുണ്ട്. DTL-ഉം ഒരു സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി തന്നെയാണ്. ഇനി DTL-ന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ആക്ച്വലി HTL അല്ലെങ്കിൽ ഹൈ ത്രഷോൾഡ് ലോജിക് ഫാമിലി. DTL-ന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് HTL, ഹൈ ത്രഷോൾഡ് ലോജിക് ഫാമിലി. പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലോജിക് ഫാമിലിയാണ് TTL. അപ്പോൾ ട്രാൻസിസ്റ്റർ ലോജിക്. TTL ആണ് നമ്മൾ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലോജിക് ഫാമിലി. അപ്പം നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് TTL, ECL, ഇനി നമുക്ക് വരാൻ പോകുന്ന യൂണിപോളാറിലെ CMOS. ഇത് ഈ മൂന്നും ആയിരിക്കും നമ്മുടെ പ്രസന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിൽ ഡീറ്റെയിൽ ആയിട്ട് സർക്യൂട്ട് ഡയഗ്രത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ബേസിക് അതിന്റെ ഫീച്ചേഴ്സ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ഓക്കെ, ഇനി യൂണിപോളാർ ലോജിക് ഫാമിലിയിൽ മോസ് വെച്ചിട്ടുള്ളതിൽ നമുക്ക് വരാവുന്ന കോൺഫിഗറേഷൻ PMOS, NMOS, CMOS. അതിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് CMOS ലോജിക് ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും നമ്മൾ നോക്കേണ്ടത്. ഓക്കെ,
ഇതാണ് ബേസിക്കലി ഒരു ലോജിക് ഫാമിലിയുടെ ക്ലാസിഫിക്കേഷനിൽ നിന്ന് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അല്ല അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു ബേസിക് ഐഡിയ. ഈ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി ഒന്ന് ഓർത്ത് വയ്ക്കുക. സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലിയിൽ വരുന്നതാണ് ECL, ഷോർട്ട് കീ TTL. ഓക്കെ, ട്രാൻസിസ്റ്റർ നോർമലി ലോജിക് ഫാമിലീസിലും നമ്മൾ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻ പഠിപ്പിക്കാൻ നമ്മൾ പറയുന്നതാണ് ആക്റ്റീവ് കോൺഫിഗറേഷൻ ഉണ്ട്, സാച്ചുറേഷൻ ഉണ്ട്, കട്ട് ഓഫ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയാസും ഒരു ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും ആണെങ്കിലാണ് ട്രാൻസിസ്റ്റർ ആക്റ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസ്ഡ് ആണ് രണ്ട് ജംഗ്ഷൻ എങ്കിൽ അതിന് പറയുന്നതാണ് സാച്ചുറേഷൻ. റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ പറയുന്നതാണ് കട്ട് ഓഫ്. നോർമലി ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോജിക് ഫാമിലിയുടെ കോൺഫിഗറേഷന് വേണ്ടി നോർമലി ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്ന സാച്ചുറേഷനിലും കട്ട് ഓഫും ആണ്. പക്ഷെ ചില ലോജിക് ഫാമിലിയിൽ ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലേക്ക് പോകാറില്ല, ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതിനെ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് കീ TTL അല്ലെങ്കിൽ ECL ലോജിക് ഫാമിലിയിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ആക്റ്റീവ് റീജിയൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. സാച്ചുറേഷൻ കട്ട് ഓഫിലേക്ക് നമുക്ക് പോകുന്നില്ല എന്ന് പറയും. പക്ഷെ ബാക്കിയുള്ള ലോജിക് ഫാമിലീസ് മിക്കതും ഈ സാച്ചുറേഷൻ ഓൺ ഓഫ് കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി എന്ന് പറയുന്നത്. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സർക്യൂട്ട് ലെവലിൽ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യമേ നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് CMOS ആണ്. ഈ അടുത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ടെക്നിക്കൽ എക്സാംസിന് ചോദിക്കുന്ന CMOSന്റെ ഒരു ലോജിക്സ് ഡയഗ്രം തന്നിട്ട് ഏതായിരുന്നു ലോജിക് ഫംഗ്ഷൻ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ CMOSന്റെ കോൺഫിഗറേഷനിൽ വരുന്നത് രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടാവും. ഒന്ന് PMOS ട്രാൻസിസ്റ്റർ, ഒന്ന് NMOS ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇതിനകത്ത് അറിയേണ്ട കാര്യം മോസ് ട്രാൻസിസ്റ്ററിന്റെ ബേസിക് സ്ട്രക്ചർ വെച്ചിട്ട് ഇപ്പോൾ മോസിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് N, ഇത് N, ഇത് P. ഇവിടെ നമുക്ക് ഇൻസുലേറ്റഡ് SiO2 ലെയർ ഉണ്ട്. ഇവിടെ ഗേറ്റ് ടെർമിനൽ ഉണ്ട്. ഇവിടെ സോഴ്സ് ഉണ്ടാവും, ഡ്രെയിൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ എൻഹാൻസ്മെന്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു ചാനൽ ഫോം ചെയ്യും. ചാനൽ ഫോം ചെയ്യുന്നതും ഓക്കെ, ഇനിഷ്യലി ചാനൽ ഇല്ല. അപ്പൊ നമുക്ക് ഈ പറയുന്നതിന്റെ കോൺഫിഗറേഷൻ വരയ്ക്കുമ്പം CMOSന്റെ അല്ലെങ്കിൽ മോസ് ട്രാൻസിസ്റ്റേഴ്സിന്റെ ഇപ്പോൾ NMOS ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. N ചാനൽ മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പം നമ്മൾ നോക്കുക, നമ്മൾ വരയ്ക്കുമ്പം ഉള്ള സിമ്പലിൽ നോക്കേണ്ടത് നമുക്കൊരു ഡ്രെയിൻ ടെർമിനൽ കാണിക്കാനുണ്ട്. ഓക്കെ, ഒരു ഗേറ്റ് ടെർമിനൽ കാണിക്കാനുണ്ട്. ഗേറ്റ് ടെർമിനൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു സോഴ്സ് ടെർമിനൽ. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ഡ്രെയിനും ഗേറ്റും സോഴ്സും അല്ലാതെ ഒരു ട്രെയിൻ ടെർമിനലും കൂടി ഉണ്ട്. ഈ P എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് വരുന്ന ടെർമിനൽ. നോർമലി അത് SS എന്ന് കാണിക്കാറുണ്ട്, സബ്സ്ട്രേറ്റ് എന്നുള്ള രീതിയിൽ. ആ ഒരു ടെർമിനലാണ് ഈ സെന്ററിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന എൻഹാൻസ്മെന്റ് ടൈപ്പ് ആണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡ്രെയിനും സോഴ്സിനും ഇടയ്ക്കുള്ള കണക്ഷനിൽ ഓൾറെഡി ഒരു ലെയർ ഇല്ല. ഓക്കെ, നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ചാണ് ലെയർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് മൂന്നെണ്ണം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടാണ് വരയ്ക്കാറുള്ളത്. കാരണം ഈ പറയുന്ന മൂന്ന് എൻഹാൻസ്മെന്റ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗ്യാപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നോക്കുക, ഈ ഗേറ്റ് ടെർമിനലും ഈ ഡ്രെയിനിന്റെ ഇതിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പാണ് കാണിച്ചിരിക്കുന്നത്, ഇത്രയും സ്ഥലം. ഇത് ആക്ച്വലി നമ്മുടെ SiO2ന്റെ സിലിക്കൺ ഓക്സൈഡിന്റെ ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോർഷൻ കാണിച്ചിരിക്കുന്നത്. ഇനി നോക്കുക, ഇത് P ചാനലാണ്. P ചാനലിൽ നിന്ന് N ചാനലാണ് ഇവിടെ എൻഹാൻസ് ചെയ്ത് ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് ഡയറക്ഷൻ P to N എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയായിരിക്കും N ചാനൽ മോസ്ഫെറ്റിന്റെ കണക്ഷൻ. ഇനി മിക്ക കേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പറയുന്ന സോഴ്സും സബ്സ്ട്രേറ്റും ഒരേ പൊളാരിറ്റിയിലായിരിക്കും നമ്മൾ കോൺഫിഗർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമലി സിമ്പിൾസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന 4 ടെർമിനൽ കാണിക്കില്ല. മോസ്ഫെറ്റിനെ നമ്മൾ കാണിക്കുന്ന 3 ടെർമിനലായിട്ട് ഷോർട്ട് ചെയ്യും, മിനിമൈസ് ചെയ്യും. അപ്പോൾ സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ്, അങ്ങനെ 3 ടെർമിനൽ ഉണ്ടാവുള്ളൂ. സെൻട്രൽ ടെർമിനൽ എന്ന് പറയുന്ന ഒരു ടെർമിനൽ സബ്സ്ട്രേറ്റ് നോർമലി സോഴ്സുമായിട്ട് സെയിം പൊളാരിറ്റിയിലാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് രണ്ടും ഷോർട്ടായിട്ട് കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എക്സാക്ട് സിമ്പിൾ. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ഈ രീതിയിൽ സിമ്പിൾ വരാം. അപ്പൊ ഇതൊരു NMOSന്റെ സിമ്പിൾ ആണ്. ഇനി PMOSന്റെ സിമ്പിൾ വരാവുന്ന വേറൊരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം PMOS ആകുമ്പം ഈ പറയുന്ന ഡയറക്ഷൻ ഒക്കെ ചേഞ്ച് ചെയ്യും. ഇവിടെ P വരും. P ചാനലാണ് ഫോം ചെയ്യുന്നത്, സബ്സ്ട്രേറ്റ് N ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗേറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ ഡ്രെയിൻ ഉണ്ട്, ഇവിടെ സോഴ്സ് ഉണ്ട്. ഈ സബ്സ്ട്രേറ്റും സോഴ്സും ഒരേ ഇതിൽ കണക്ട് ചെയ്യും. ഇവിടെ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, കാരണം സബ്സ്ട്രേറ്റ് N-ഉം ചാനൽ P ആണ്. അപ്പൊ P to N ആയിരിക്കും കണക്ഷൻ വരേണ്ടത്.
അപ്പോൾ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് പി മോസ് ട്രാൻസിസ്റ്ററും ആദ്യത്തെ എൻ മോസ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഈ രീതിയിലും വേണമെങ്കിൽ സിമ്പിൾസ് തരാം. ഇനി അറിയേണ്ടത് ഒരു പി മോസ് എൻ മോസ് ട്രാൻസിസ്റ്ററിന് ഇതേപോലെ സിമ്പിൾ വരയ്ക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ടെക്സ്റ്റ് ബുക്സിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാവുന്ന വേറൊരു പാറ്റേൺ ആണ് നമ്മുടെ ഈ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ഇതിനകത്ത് നോക്കുക, തന്നിരിക്കുന്ന വേറൊരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സ്ട്രാ ഉള്ള സബ്സ്ട്രേറ്റിന്റെ ടെർമിനലൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഡയറക്ട്ലി വരയ്ക്കുകയാണ്. ഓക്കെ, ഡയറക്ട്ലി വരച്ചിട്ട് നമ്മൾ സാധാരണ NPN ട്രാൻസിസ്റ്റർ, BJTയുടെ NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ എന്താണോ ആ രീതിയിൽ നമ്മൾ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, അതായത് NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ നമ്മളിങ്ങനെയാണ്, എമിറ്ററിൽ ഒരു ആരോ മാർക്ക് കാണിക്കും, സോഴ്സിന് ഡ്രെയിനും. ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് NMOS ട്രാൻസിസ്റ്ററും ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സാമിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് NMOS ആണെന്ന് മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ തിരിച്ചാണ് ആരോ എന്നുണ്ടെങ്കിൽ അത് PMOS ആണ്. നമ്മുടെ PNP ട്രാൻസിസ്റ്ററിന്റെ സിമിലർ ആയിട്ടുള്ളതാണ്. PNP ട്രാൻസിസ്റ്റർ എന്നല്ല, അതിന് സിമിലർ ആയിട്ട് BJTയുടെ സിമ്പിളിന് സിമിലർ ആയിട്ട് ഓർക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇനി അതല്ലാതെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വരാവുന്ന വെച്ചാൽ ഈ ആരോ മാർക്ക് ഉണ്ടാവില്ല, അതിന് പകരം ഗേറ്റ് ടെർമിനൽ ഒരു ബബിള് കാണിച്ചിട്ടുണ്ടാവും, ബബിൾ ഉള്ളതും ബബിൾ ഇല്ലാത്തതുമായിട്ട്. അപ്പം ഈ പറയുന്ന ബബിൾ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അതൊരു PMOS ആണ്. ഓക്കെ, ഇനി ഇതിപ്പോ ഇത്രയും 3 സിമ്പിൾസ് ആണ് സാധാരണ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ വരാനുള്ളത്. അപ്പൊ ഏതാണ് സിമ്പിൾ എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഒന്ന് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഇനി അറിയേണ്ട കാര്യം, ഒരു NMOS ട്രാൻസിസ്റ്ററിൽ, സോറി ഞാൻ ഇവിടെ വരച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ഇത് PMOS അല്ല, PMOSനാണ് ബബിൾ വരുന്നത് കേട്ടോ. അപ്പം ഇതൊന്ന് കറക്റ്റ് ചെയ്തേക്കണം. ഞാൻ ഈ പറയുന്ന NMOSനെ ഡയറക്ട്ലി കണക്ട് ചെയ്യും, PMOS ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ബബിൾ കണക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി അറിയേണ്ടത് ഒരു PMOS ട്രാൻസിസ്റ്ററും NMOS ട്രാൻസിസ്റ്ററും എപ്പോൾ ഓൺ ആവും ഓഫ് ആവും എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് NMOS ട്രാൻസിസ്റ്ററും PMOS ട്രാൻസിസ്റ്ററും ഓൺ ആവാൻ കണ്ടീഷനാണ്. ഒരു NPN ട്രാൻസിസ്റ്റർ പോലെ തന്നെ നമുക്ക് വിചാരിക്കാം, ഒരു NMOS ട്രാൻസിസ്റ്റർ ഓൺ ആവാൻ വേണ്ടി അതിന്റെ ഇൻപുട്ട് സൈഡ്, അതായത് ഗേറ്റ് ടെർമിനലിൽ നമ്മൾ 1 വരിക അല്ലെങ്കിൽ ലോജിക് ഹൈ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ഓൺ ആണ്. ആ കണ്ടീഷനും കൂടെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പം ലോജിക് 1 വരികയാണെന്നുണ്ടെങ്കിൽ NMOS ട്രാൻസിസ്റ്റർ ഓൺ ആണ്. അപ്പം ഫസ്റ്റ് കേസിൽ ഇവിടെ ലോജിക് 1 വന്നു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഓൺ ആവും, 0 വന്നു കഴിഞ്ഞാൽ ഓഫ് ആവും NMOSന്റെ കേസിൽ. PMOSന്റെ കേസിൽ നേരെ തിരിച്ചാണ്, 0 വന്നു കഴിഞ്ഞാൽ ഓൺ ആവും, 1 വന്നു കഴിഞ്ഞാൽ ഓഫ് ആവും. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾസ് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം, ഓൺ ഓഫ് കണ്ടീഷൻ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് NMOSന്റെ ലോജിക് ഫാമിലി അല്ലെങ്കിൽ PMOSനെ കണ്ടുപിടിക്കാം. കൂടുതലും ചോദിക്കാൻ ചാൻസ് CMOS ആണ്. CMOS എന്ന് പറഞ്ഞാൽ ഒരു PMOS കോൺഫിഗറേഷനും ഒരു NMOS കോൺഫിഗറേഷനും ഉണ്ടാവും. ഈ തന്നിരിക്കുന്ന ആക്ച്വലി ഒരു ഇൻവെർട്ടർ കോൺഫിഗറേഷൻ, ഒരു നോട്ട് ഗേറ്റിന്റെ കോൺഫിഗറേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിന് ടോപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന PMOSും ലോവർ പോർഷനിൽ NMOSും ആണ്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ലോജിക് ഹൈ കൊണ്ടുവരികയാണ്, അതായത് 1 കൊണ്ടുവന്നു കഴിഞ്ഞാൽ NMOS ട്രാൻസിസ്റ്ററിൽ 1 വന്നു, ഇവിടെയും 1 വന്നു. പക്ഷെ നോക്കുക, ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? PMOS ട്രാൻസിസ്റ്ററിൽ 1 വന്നു കഴിഞ്ഞാൽ അത് എന്താണ്? ഓഫ് ആണ് അല്ലെ? ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഓഫ് ആയി, ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആയി, അത് NMOS ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന് ഗ്രൗണ്ടിലേക്ക് ഒരു കണക്ഷൻ കിട്ടും, നമുക്ക് ലോജിക് 0 ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് നമ്മുടെ 1 വരുന്ന കണ്ടീഷൻ. ഇനി 0 വരുന്ന കണ്ടീഷൻ നോക്കാം. അപ്പോൾ PMOSന്റെ ഇൻപുട്ടിലും 0 വന്നു, NMOSന്റെ ഇൻപുട്ടിലും 0 വന്നു. NMOSൽ 0 വന്നു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഓഫ് ആയി, ഇതിൽ കറണ്ട് ഫ്ലോ ഇല്ല. ഈ പറയുന്ന PMOS ഓൺ ആണ്, 0 വന്നു കഴിഞ്ഞാൽ സോ ഈ പറയുന്ന VDD നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് കിട്ടും. 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ 1 കിട്ടും. ഇപ്പൊ ഇതൊരു ഇൻവെർട്ടർ കോൺഫിഗറേഷൻ ആയിട്ട് വർക്ക് ചെയ്യും. CMOSന്റെ ഇൻവെർട്ടർ കോൺഫിഗറേഷന്റെ ഫിഗർ ആണിത്. അപ്പൊ ആ സിമ്പിൾസ് ഡയറക്ട്ലി തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് PMOS ആണ് VDD ആയിട്ട് കണക്ട് ചെയ്യുന്നത്, NMOS ഗ്രൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സാറിന് എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഒരു ലോജിക് ഫാമിലിയുടെ കണക്ഷൻ തരും, എന്നിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമുക്കിവിടെ 2 ഇൻപുട്ട് ഉണ്ട്, എക്സും വൈയും. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാം. ഫസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ ഡയറക്ട്ലി അപ്രോച്ച് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഇതിൽ ടോപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന PMOSും ലോവർ പോർഷനിൽ കാണിച്ചിരിക്കുന്ന NMOSും ആണ്.
നമുക്ക് എക്സ് വൈക്ക് രണ്ട് കോമ്പിനേഷൻസ് നോക്കാം, 0 0. ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഞാൻ പക്ഷെ ഒരു കേസ് V0 ആണ് ഔട്ട്പുട്ടിൽ വരുന്നത്. ഇപ്പോൾ 0 0. എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ വൈയും 0 ആണ്, ഇവിടെയും 0 വന്നു. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ട്രാൻസിസ്റ്റർ രണ്ടും ഓഫ് ആണ്, കാരണം ഇത് NMOS ആണ്. ടോപ്പിൽ കാണിച്ചിരിക്കുന്നത് PMOS ആണ്. PMOSൽ 0 വന്നു കഴിഞ്ഞാൽ ഓൺ ആണ്, അപ്പോൾ ഇതും ഓൺ ആണ്, ഇതും ഓൺ ആണ്. ഓക്കെ, ഔട്ട്പുട്ടിൽ നമുക്കൊരു ഹൈ കിട്ടും. ഇപ്പോൾ 0 0 കൊടുത്തു കഴിഞ്ഞപ്പോൾ 1 കിട്ടി. ഓക്കെ, ഇനി അടുത്ത കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 0 1 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ നോക്കാം. X0 Y1 0 1. ഈ പറയുന്ന കോൺഫിഗറേഷനിൽ നോക്കുക, 0 കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആണ്, ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഓഫ് ആയി. അപ്പം ടോപ്പിൽ ഒരു കണക്ഷൻ ഇല്ല അല്ലെ, ഈ VDD ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. ഇനി താഴത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ X0 ആണ്, അപ്പൊ ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഓഫ് ആയി, പക്ഷെ ഇത് ഓൺ ആണ്. അപ്പൊ പറയുന്ന ഈ ഔട്ട്പുട്ടിന് ഗ്രൗണ്ടുമായിട്ടൊരു കണക്ഷൻ മേക്ക് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് എന്തായി? 0 ആയി. 0 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആണ്. ഇതേപോലെ തന്നെ 1 0 കൊടുത്തു കഴിഞ്ഞാലും എന്താവും? നേരെ ഓപ്പോസിറ്റ് ഒരു ട്രാൻസിസ്റ്ററിന്റെ പാത്ത് കിട്ടും, ഔട്ട്പുട്ട് 0 ആവും. ഇനിയുള്ളൊരു പോസിബിലിറ്റി നോക്കേണ്ടത് നമുക്ക് രണ്ടും 1 1 വരുന്ന കേസാണ്. രണ്ടും 1 1 വരുന്ന കേസിൽ നോക്കുക, എക്സും 1 വൈയും 1. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം PMOS ട്രാൻസിസ്റ്റർ എപ്പോൾ ഓൺ ആവും, NMOS ട്രാൻസിസ്റ്റർ എപ്പോൾ ഓൺ ആവുന്നതാണ്. അപ്പൊ PMOS ട്രാൻസിസ്റ്ററിന്റെ കേസിൽ 1 വന്നു കഴിഞ്ഞാൽ ഇത് ഓഫ് ആണ്, ഇത് ഓഫ് ആണ്. പക്ഷെ ഈ സമയത്ത് രണ്ട് ട്രാൻസിസ്റ്ററും ഓൺ ആണ്. താഴത്തെ കേസിൽ NMOS ട്രാൻസിസ്റ്റർ രണ്ടും ഓൺ ആവും, സോ ഗ്രൗണ്ട് കണക്ഷൻ കിട്ടി. അപ്പൊ നോക്കുക, 0 0 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ മാത്രം 1, ബാക്കി എല്ലാ കോമ്പിനേഷനിലും 0. അപ്പൊ നമുക്കറിയാം ഇത് NAND ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. ഇനി ഈ പറയുന്ന കേസ് വെച്ചിട്ട് അല്ലെ 0 0 വരുമ്പോൾ മാത്രം 1, ബാക്കി എല്ലാ കോൺഫിഗറേഷനിലും 0 കിട്ടിയിരിക്കും. സോറി, പറഞ്ഞു മാറിപ്പോയി. ഇനി ഈ പറയുന്ന സാധനം നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ഈ പറയുന്ന കോൺഫിഗറേഷന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം, അതെങ്ങനെയാന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, നമുക്ക് സ്വിച്ചസ് വെച്ചിട്ട് കണക്ഷൻ നമുക്ക് ഫെമിലിയർ ആണ്. രണ്ട് സ്വിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഗേറ്റ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സ്വിച്ചിൽ രണ്ടും ഇപ്പൊ ഒരു ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നു, പക്ഷെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് സ്വിച്ചും ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ സീരീസ്ലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആൻഡ് ഗേറ്റ് ആണെന്ന് നമുക്കറിയാം. പാരലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗേറ്റ് ഈ രീതിയിലാണ് സ്വിച്ച് എയും ബിയും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഓർ ഗേറ്റ് ആണ്. ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 കിട്ടും. അപ്പം സീരീസ്ലി ആണ് സ്വിച്ച് കണക്ട് ചെയ്യുന്നത്, നമുക്കറിയാം ഒരു ആൻഡിന്റെ കോൺഫിഗറേഷൻ ആണ്. പാരലി ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഓർ ഗേറ്റിന്റെ കോൺഫിഗറേഷൻ. അപ്പൊ നമുക്ക് CMOS ലോജിക് ഫാമിലിയാണ് തരുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ലോവർ പോർഷൻ, രണ്ട് പോർഷൻ ഉണ്ടാവും. നോക്കുക, എക്സും വൈയും ലോവർ പോർഷനിൽ പാരലി ആണ് കണ്ടിരിക്കുന്നത്, അപ്പർ പോർഷനിൽ സീരീസ് ആണ്. നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന ലോവർ പോർഷൻ ആണ്. ഈ ലോവർ പോർഷനിലെ കോൺഫിഗറേഷൻ നമ്മൾ നോക്കാം. നോക്കുക, രണ്ട് സ്വിച്ചസ് പാരലി കണക്ട് ചെയ്യുന്ന പോലെ രണ്ട് ട്രാൻസിസ്റ്റർ പാരലി കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയേണ്ടത് X+Y എന്നുള്ള രീതിയിൽ അലയിക്കുക, അത് ഓർ ഗേറ്റ് ആണ്, ഓർ ഗേറ്റിന്റെ കോൺഫിഗറേഷൻ ആണ്. ഇനി നമുക്കറിയാം CMOS എന്ന് പറയുന്ന തൊട്ടത്തിൽ ടോട്ടലി അതൊരു നോട്ട് കോൺഫിഗറേഷൻ ആണ്, ഇൻവെർട്ടർ കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കൊടുക്കാം, X+Y ദ ഹോൾ ബാർ. അപ്പൊ നമുക്ക് എന്താ അറിയാം, ഇതൊരു നോർ ഗേറ്റ് ആണ്. നേരത്തെ ട്രൂത്ത് ടേബിൾ എഴുതിയപ്പം നാൻഡ് എന്ന് പറഞ്ഞ തെറ്റിച്ച പറഞ്ഞാണ്, നോറാണ് ആക്ച്വലി വരുന്നത്. കാരണം ആൻഡിന്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതല്ല വരുന്നത്. ഇപ്പം 0 0 വന്നു കഴിഞ്ഞാൽ നോറിനാണ് 1 വരിക. 0 1 വരുന്നത് ഓറിന് 1 ആണ്, നോർ ചെയ്യുമ്പോൾ 0 ആവും. 1 പ്ലസ് ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 വന്നു, നോർ ചെയ്യുമ്പോൾ 0 കിട്ടും. ഓക്കെ, ഇത് ആക്ച്വലി നോർ ഗേറ്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ നാൻഡ് എന്ന് പറയുന്നത് ബൈ മിസ്റ്റേക്ക് പറഞ്ഞതാണ്. എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ ഈ പറയുന്ന വെരിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ഒരു സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അത് പറയാം. അത് പറയേണ്ട കേസ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇങ്ങനെ ഫിഗർ കിട്ടി, പ്രത്യേകിച്ച് ഒന്നും നോക്കാനുള്ള CMOS ലോജിക് ഫാമിലിയാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം അപ്പർ പോർഷനിൽ PMOSും ലോവറിൽ NMOSും കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് ലോവർ പോർഷൻ ആണ്. ലോവർ പോർഷനിൽ രണ്ടെണ്ണം പാരലി കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സ്വിച്ച് പാരലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർ ഗേറ്റ് ആണ്. അപ്പോൾ X+Y എന്ന് എഴുതാം. ഇനി അതിനെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. അപ്പോൾ നോർ ഗേറ്റ് ആയി. വളരെ ഈസി ആയിട്ട് നമുക്ക് ലോവർ പോർഷനിലെ കോൺഫിഗറേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്.
ഇതേ ലോജിക്ക് വെച്ച് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഇതും നോക്കുക, മേളിൽ പി മോസ് ഉണ്ട്, താഴെ എൻമോസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നത്. താഴെ നോക്കുക, ലോവർ പോർഷനിൽ തന്നിരിക്കുന്നത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് ആണെങ്കിൽ നമുക്ക് അറിയാം അത് ആൻഡ് ഓപ്പറേഷൻ ഇക്വലന്റ് ആണ്. ഇനി നോക്കുക ഒരു നോട്ട് ഓപ്പറേഷൻ ചെയ്യും. അപ്പോൾ ഈ തന്നിരിക്കുന്ന കോൺഫിഗറേഷൻ നാൻഡിന് ഇക്വലന്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാം, എയും ബിയും വാല്യൂസ് കൊടുത്ത് ഔട്ട്പുട്ട് നോക്കി ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് വരാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമുക്കൊരു സർക്യൂട്ട് കഴിഞ്ഞാൽ ഏതാണ് ഔട്ട്പുട്ട് എന്ന് പറയാം. ഓക്കെ, ഈ പറയുന്ന കേസിൽ ലോവർ എ ബി എന്ന് പറയുന്നത് സീരീസ് സ്വിച്ചസ് ആണ് അല്ലെ. രണ്ട് സ്വിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതിന് ഇക്വലന്റ് ആണ് ഈ പറയുന്ന ഫിഗർ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത ആൻഡ് ഓപ്പറേഷൻ ഇക്വലന്റ് ആണ്. നമ്മൾ ബേസിക് ഗേറ്റ്സ് പഠിച്ചപ്പോൾ അത് പറഞ്ഞതാണ്. അതിനെ ഒന്ന് നോട്ട് ചെയ്യാം. എ ബി ദ ഹോൾ ബാർ, സോ നാൻഡ് ആണ് ഓപ്പറേഷൻ. ഇനി ഇത് കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിലും തരാം. ഇവിടെ തന്നിരിക്കുന്നതിൽ നോക്കുക, ഇവിടെ നോക്കുക സിമ്പിൾസിൽ ലോവർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക, ഔട്ട്പുട്ട് എടുക്കുന്നതിന്റെ ലോവർ. നോക്കുക ഇവിടെ എയും ബിയും പാരൽ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം പാരലി വന്നു കഴിഞ്ഞാൽ ഓർ ഗേറ്റ് ആണ്, സോ എ പ്ലസ് ബി അല്ലെ. ഇനി നോക്കുക, ഈ പറയുന്ന എൻറ്റയർ കോൺഫിഗറേഷന് സീരീസ് ആയിട്ടാണ് സി കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻറ്റു സി ദ ഹോൾ ബാർ. അപ്പോൾ ഈ പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന എ പ്ലസ് ബി ഇൻറ്റു സി ദ ഹോൾ ബാർ ആയിരിക്കും. നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാം. രണ്ടെണ്ണം പാരലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർ ഓപ്പറേഷൻ ആണ്, സീരീസ് ആണെങ്കിൽ അത് ആൻഡ് ആണ്. ഇനി ദ ഹോൾ ബാർ, ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. ഇനി ഈ പറയുന്ന സിമോസ് കോൺഫിഗറേഷൻ അല്ലാതെ ഡയോഡ് ട്രാൻസിസ്റ്റർ ലോജിക്കിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഈ പറയുന്ന കേസിൽ നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്, ഇവിടെ വൈ എന്ന് പറയുന്ന വേറൊരു ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഇസഡ് ആണ്. ഇസഡ് എന്താണ് ക്വസ്റ്റ്യൻ. റെസിസ്റ്റർ R1 R2 കൊടുത്തിട്ടുണ്ട്, VCC. നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കണം. അപ്പൊ നോക്കേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഔട്ട്പുട്ട് 1 വരുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇസഡ് ഇസ് ഈക്വൽ ടു 1 വരുന്ന ഒരു പോസിബിലിറ്റി നമ്മൾ നോക്കുക. ഇസഡ് ഇസ് ഈക്വൽ ടു 1 ആവാൻ വേണ്ടി നോക്കേണ്ടത് ഈ പറയുന്ന VCC ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യണം. ഇതാണ് 1 ആവുന്ന ഒരു പോസിബിലിറ്റി. അങ്ങനെ ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ഈ പറയുന്ന ഡയോഡ് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യരുത് അല്ലെ. ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയി വൈയിലേക്ക് വരും. അപ്പൊ ഇത് ബ്ലോക്ക് ചെയ്യണം. ഇത് ബ്ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. കാരണം ഇത് റിവേഴ്സ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിലെ കറണ്ട് ഫ്ലോ ഇല്ലാതെ ആവത്തുള്ളൂ. കാരണം ഇവിടെ VCC ആണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെയും VCC അല്ലെ ലോജിക് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ബയാസ് ആണ്. അതേസമയം വൈ 0 ആണെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യും, ഈ പറഞ്ഞ ഡയോഡ് കണ്ടക്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകും. നമുക്ക് ഈ ഡയോഡ് ബ്ലോക്ക് ചെയ്യണം. ഡയോഡ് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ എൻഡിൽ 1 കൊടുക്കുക, ലോജിക് ഹൈ കൊടുക്കുക. ഇനി അറിയേണ്ടത് ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ ഓഫ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന VCC R1 ഫ്ലോ ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് വരുള്ളൂ. ഈ ട്രാൻസിസ്റ്റർ എപ്പോഴും ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഗ്രൗണ്ടിലേക്ക് പോകും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 0 ആയിരിക്കും. ഔട്ട്പുട്ട് 1 കിട്ടുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എക്സ്, ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. NPN ട്രാൻസിസ്റ്ററിന്റെ എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ, ഓക്കെ, എക്സ് 1 ആണെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഓൺ ആവും, അപ്പൊ ഇതിലേക്ക് പോകും. പക്ഷെ നമുക്ക് ട്രാൻസിസ്റ്റർ ഓഫ് ആക്കിയാണ് വെക്കേണ്ടത്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കണം. പക്ഷേ എക്സ് 0 ആണെങ്കിൽ ട്രാൻസിസ്റ്റർ ഓഫ് ആയി, ഡയോഡ് ഓഫ് ആയി, ഈ VCC ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അപ്പോൾ ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് 0 ആണ്. അപ്പൊ നമുക്ക് പറയാം എക്സ് ബാർ ആണ്, വൈ 1 ആണ്. അപ്പൊ എക്സ് ബാർ വൈ അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഈ പറയുന്ന ക്വസ്റ്റൻ എന്താ, നമുക്ക് ഇസഡ് ഔട്ട്പുട്ട് എപ്പോഴും 1 ആവുന്ന കോമ്പിനേഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഔട്ട്പുട്ട് 1 ആവണമെന്നുണ്ടെങ്കിൽ ഇസഡിന്റെ അവിടെ 1 കിട്ടണം, ലോജിക് ഹൈ കിട്ടണം, അല്ലെങ്കിൽ VCC വരണം. VCC കിട്ടണം എന്നുണ്ടെങ്കിൽ നോക്കുക, ഈ ഡയോഡ് ഓൺ ആണെങ്കിൽ ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ബ്ലോക്ക് ചെയ്യണം. ഈ ഡയോഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓഫ് കണ്ടീഷൻ ആക്കാൻ വേണ്ടിയിട്ട്, റിവേഴ്സ് ബയാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വൈ 1 ആക്കണം. വൈ 1 ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു പോസിബിലിറ്റി ട്രാൻസിസ്റ്ററിൽ ഇവിടെ ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത് എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഓഫ് ചെയ്യണം. NPN ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ ഓഫ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ടിൽ 0 കൊടുക്കുക. ഇൻപുട്ടിൽ 0 കൊടുക്കും, ട്രാൻസിസ്റ്റർ ഓഫ് ആയി, സോ VCC ഔട്ട്പുട്ടിലേക്ക് വന്നു. അപ്പൊ എക്സ് 0 വൈ 1 ആണ്. അപ്പൊ നമുക്ക് എഴുതാവുന്നത് എക്സ് ബാർ വൈ. ഇങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ പറയുന്ന കോൺഫിഗറേഷൻ അഗൈൻ നമുക്ക് അറിയാം, പി മോസും എൻ മോസും ഒക്കെ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് VDD കൊടുത്തിട്ടുണ്ട്, രണ്ടെണ്ണത്തില് കാണാം. അതേപോലെ ഗ്രൗണ്ട് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഔട്ട്പുട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ സർക്യൂട്ട് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാത്തൊരു സർക്യൂട്ട് ആയിട്ട് തോന്നും. PQ എന്ന് പറഞ്ഞ 2 ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന കോൺഫിഗറേഷൻ ഒന്ന് റീഡ്രോ ചെയ്ത് നോക്കണം. റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സർക്യൂട്ട് നമുക്ക് എന്ത് സർക്യൂട്ടാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ.
നമുക്കൊന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന കോൺഫിഗറേഷൻ ഏതാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഈ പറയുന്ന സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്ത് നോക്കാം. PQ 2 ഇൻപുട്ട് ഉണ്ട്, VDD ഉണ്ട്. നമുക്ക് നോക്കാം, VDDയിലേക്ക് 2 ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ VDD എന്ന് പറയുന്ന കണക്ഷൻ ഉണ്ട്, അതിലേക്ക് 2 ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. രണ്ടും P ടൈപ്പ് ആണ്. P ടൈപ്പ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു എൻഡ് VDDയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ശരിയാണ്, ഈ 2 ട്രാൻസിസ്റ്ററിന്റെയും സോഴ്സ് എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻപുട്ടിലേക്കാണ്. ഒരു V എന്ന് പറയുന്ന കണക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഔട്ട്പുട്ട് ലൈനും ഉണ്ട്. ഇനി ഇതേപോലെ VDD ഒരു എൻഡിലേക്കും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ VDD ഒരു കണക്ഷനിലേക്കും കൂടെ വരുന്നത് നമുക്ക് നോക്കാം. ഇത്രയും നമ്മൾ 3 ട്രാൻസിസ്റ്ററിന്റെ കണക്ഷൻസ് ഏകദേശം PMOS ട്രാൻസിസ്റ്ററിന്റെ കണക്ഷൻ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത 3 NMOS ട്രാൻസിസ്റ്റർ ഉണ്ട്. NMOS ട്രാൻസിസ്റ്ററിന് നോക്കുക, ഈ പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ ഒരു എൻഡിൽ നിന്നാണ്, VDD ഒരു എൻഡിൽ നിന്നാണ് നമുക്ക് ഇതിലേക്ക് പോയിരിക്കുന്നത്, ഔട്ട്പുട്ടിലേക്ക് നോക്കിയിരിക്കുന്നത്. സോ ഇത് ഔട്ടാണ്. ഇനി നമുക്ക് കൊടുക്കേണ്ട കണക്ഷൻ എന്ന് പറഞ്ഞാൽ NMOSന്റെ ആണ്. സോ ഇങ്ങനെ ഒരു NMOS ഉണ്ട്. ഓക്കെ, അതിന്റെ ഒരു എൻഡ് ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിന്റെ ഒരു എൻഡ് ഔട്ടിൽ ഈ പറയുന്ന V എന്ന് പറയുന്ന പോയിന്റ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി 2 പോയിന്റ് 2 നമ്മുടെ NMOS ആണ്. സോ ഇവിടെ P ഉണ്ട്, Q ഉണ്ട്. ഇതിന്റെ ഒരു എൻഡ് P ആണ്, ഒരു എൻഡ് Q ആണ്. ഈ പറയുന്ന ഫിഗർ ആണ് ആക്ച്വലി ഇവിടെ വരച്ചിരിക്കുന്നത്. ക്ലോസ്ലി ഒബ്സർവ് ചെയ്യണേ നമുക്ക് മനസ്സിലാവും ഈ 2 ഫിഗറും സെയിം ആണെന്നുള്ളത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അറിയേണ്ടത്, ഇതിന് 2 പാർട്ട് വരുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, ഒരു CMOS കോൺഫിഗറേഷൻ, അടുത്തതൊരു ഇൻവെർട്ടർ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ഇതൊരു ഇൻവെർട്ടർ കോൺഫിഗറേഷൻ ആണ്. ഇപ്പൊ നോട്ട് ഗേറ്റ് ആയിട്ട് നോക്കിയാൽ മതി. ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് നോക്കുക, 2 സ്വിച്ച് Pയും Qയും ലോവർ പോർഷൻ ആണ് നമ്മൾ നോക്കുന്നെങ്കിൽ Pയും Qയും എന്താണ്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ നമുക്കറിയാം ആൻഡ് ഗേറ്റ് ആണ്. നമുക്കറിയാം PQ ദ ഹോൾ ബാർ ആണ് V അല്ലെ. ഇവിടെ കിട്ടുന്ന V ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു PQ ദ ഹോൾ ബാർ. V ഔട്ട്പുട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട് എന്ന് പറയുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നോട്ട് ചെയ്തതാണ്, അതായത് PQ ആണ് കിട്ടുന്നത്. ഓവറോൾ പറഞ്ഞാൽ ഇതൊരു ആൻഡ് ഗേറ്റിന്റെ ലോജിക് ഡയഗ്രാം ആണ് CMOS വെച്ചിട്ടുള്ളത്. ഓക്കെ, ഒറ്റ കാര്യമുള്ള ഈ പറയുന്നതിൽ ഒന്നെങ്കിൽ PQന്റെ വാല്യൂസ് കൊടുത്തിട്ട് നോക്കുക, ഈ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്യും. ഇതൊരു ഗേറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പം ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചോദിക്കാനാണ് ചാൻസ്. ഈ ക്വസ്റ്റൻ ഡയറക്ട്ലി വരയ്ക്കാനാണ് ചാൻസ്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ഡയോഡ് ഡയോഡ് വെച്ചിട്ടുള്ള ലോജിക് ഫാമിലീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ D1, D2, D3 എന്ന് പറയുന്ന 3 ഡയോഡ് ഉണ്ട്. ഐഡിയൽ ഡയോഡ്സ് ആണ്. ഇൻപുട്ട് C1, E2, E3 കൊടുത്തിട്ടുണ്ട്. 0 ലോജിക് 0യും 10 വോൾട്ട് ലോജിക് 1 ആയിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ഗേറ്റ് ആണെന്നുള്ളതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഔട്ട്പുട്ട് 1 ആവുന്ന കോൺഫിഗറേഷൻ ഏതാണെന്നുള്ളതാണ് നോക്കേണ്ടത്. നോക്കുക, ഇവിടെ ഈ 10 വോൾട്ട് കണ്ടിരിക്കുന്ന പ്ലസ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഈ ഡയോഡ് എപ്പോഴെങ്കിലും കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയോഡ് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ VCC ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്ന രീതിയിൽ അവൈലബിൾ ആവുന്ന രീതിയിൽ വേണം. V0 1 ആവണം എന്നുണ്ടെങ്കിൽ നോക്കുക, ഇവിടെ E1 എന്ന് പറഞ്ഞ ഡയോഡ് എന്തായിരിക്കും, ഓഫ് കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ ഡയോഡ് ഒരു എൻഡില് 10 വോൾട്ട് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇതിന്റെ അതർ ടെർമിനലും E1 എന്ന് പറയുന്ന ടെർമിനല് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഫോർവേഡ് ബയസ്ഡ് ആവും, കണ്ടക്ട് ചെയ്യും, നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത് 0 ആയി പോകും. അതുകൊണ്ട് നമുക്ക് അത് ബ്ലോക്ക് ചെയ്ത് ഇവിടെ 10 വോൾട്ട് കിട്ടണം. 10 വോൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ E1 എന്താണ്, ലോജിക് 1 ആയിരിക്കണം. അതേപോലെ E1ഉം E2 ലോജിക് 1 ആണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും റിവേഴ്സ് ബയസ് ആക്കണമെങ്കിൽ E2 1 ആയിരിക്കണം, അതിൽ E3 1 ആണെങ്കിൽ ഡയോഡ് റിവേഴ്സ് ബയസ് ആവത്തുള്ളൂ. അപ്പം ഒരു എൻഡ് ഓൾറെഡി ഹൈ ആണ്, അപ്പൊ അടുത്ത എൻഡും കൂടെ ഹൈ ആണെങ്കിൽ അത് റിവേഴ്സ് ബയസ്ഡ് ആയിക്കോളും. അപ്പം E1, E2, E3 ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പാത്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ പാത്ത് ബ്ലോക്ക് ചെയ്താലേ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് ഈ പറയുന്ന 10 വോൾട്ട് അവൈലബിൾ ആവുള്ളൂ. അങ്ങനെ V0 1 ആവത്തുള്ളൂ.
അപ്പോൾ V0 1 ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ E1 ലോജിക് ഹൈ ആയിരിക്കണം, E2 ലോജിക് ഹൈ ആയിരിക്കണം, E3 ലോജിക് ഹൈ ആയിരിക്കണം. അപ്പൊ E1, E2, E3 ആണ്. അപ്പോൾ ആൻഡ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, 3 ഇൻപുട്ട് ആൻഡ് ഓപ്പറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തൊരു ലോജിക് ഫാമിലിയുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഡയോഡ് ആർ ഐഡിയൽ, ലോജിക് 0 is for 0 volt, ലോജിക് 1 is equal to 5 volt. ഫൈൻഡ് Z ആണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇസഡിന്റെ വാല്യൂ എപ്പോൾ 1 ആവും എന്നുള്ളതാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഇസഡിന്റെ വാല്യൂ 1 ആവണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു +5 വോൾട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. +5 വോൾട്ട് ആയിരിക്കണം ഔട്ട്പുട്ടിലേക്ക് കിട്ടേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡയോഡ് റിവേഴ്സ് ബയസ് ആക്കണം, അല്ലെങ്കിൽ ഫോർവേഡ് ബയസ്ഡായി ഡയോഡ് കണ്ടക്ട് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന 5 വോൾട്ട് ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ഇതും ഓഫ് ചെയ്യണം, ഇതും ഓഫ് ചെയ്യണം. എക്സും വൈയും എന്ത് ഇൻപുട്ട് കൊടുക്കണം എന്നുള്ളത് നോക്കാം. എക്സ് ഹൈ ആണെങ്കിൽ ഇവിടെ ഓൾറെഡി ഹൈ ആണ് വന്നിരിക്കുന്നത്, അപ്പൊ +5 വോൾട്ട് ആണ്. അപ്പൊ എന്താണ് രണ്ടും +5 വോൾട്ട് ആണ് ഇവിടെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡയോഡ് റിവേഴ്സ് ബയസ് +5 എന്ന് പറഞ്ഞാൽ ലോജിക് ഹൈ ആണ്. ലോജിക് ഹൈ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഡയോഡും റിവേഴ്സ് ബയസ് ആയ ഔട്ട്പുട്ട് 5 വോൾട്ട് കിട്ടും. അപ്പം എക്സ് ഇൻറ്റു വൈ. അപ്പൊ അഗൈൻ ആൻഡ് ഗേറ്റ് ആണ് നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ. ഇവിടെയും രണ്ട് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഒന്ന് ബിയും ഒന്ന് ബി ബാറും ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ട് വൈ എന്താണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AB ഇൻപുട്സ് ആണ്. അപ്പൊ നോക്കുക, നമ്മൾ എപ്പോഴെങ്കിലും ഈ ബി ബാർ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ ഗ്രൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഗ്രൗണ്ട് കണക്ഷൻ വരും, വൈ ഔട്ട്പുട്ട് 0 ആയിപ്പോ. നമുക്ക് വൈ ഔട്ട്പുട്ട് 1 ആവുകയാണ് നമ്മുടെ എയിം. അപ്പോൾ ഔട്ട്പുട്ട് 1 ആവാൻ വേണ്ടി അപ്പൊ നമുക്ക് മിൻ ടൈംസ് എഴുതാം. വൈ ഔട്ട്പുട്ട് 1 ആവണമെന്നുണ്ടെങ്കിൽ ഇത് എൻമോസ് ആണ്. എൻമോസ് ട്രാൻസിസ്റ്ററിന്റെ ലോജിക് 1 വന്നു കഴിഞ്ഞാലാണ്, ഗേറ്റ് ലോജിക് 1 വന്നു കഴിഞ്ഞാൽ അത് ഓൺ ആവുക. നമുക്ക് ലോജിക് 0 വരണം. ഇവിടെ ലോജിക് 0 വരണം എന്നുണ്ടെങ്കിൽ ബി എന്തായിരിക്കണം? ഇവിടെ ബി ബാർ ആണ് ആക്ച്വലി കണക്ട് ചെയ്തിരിക്കുന്നത്. ബി 1 ആണെങ്കിൽ മാത്രമേ ബി ബാർ 0 ആവത്തുള്ളൂ. നമുക്ക് നോക്കേണ്ടത് ബി 1 ആയിരിക്കണം. ഓക്കെ, ബി 1 ആണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. ഓക്കെ, അപ്പം ക്ലിയർ ആയെന്ന് തോന്നുന്നു ഇവിടെ. കാരണം ഇത് എൻമോസ് ട്രാൻസിസ്റ്റർ ആണ്. എൻമോസ് ട്രാൻസിസ്റ്റർ ഇൻപുട്ടിൽ 0 വന്നു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഓഫ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഓഫ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. കാരണം ഔട്ട്പുട്ട് നമുക്ക് 1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ബി ബാർ ആണ്. അപ്പൊ ബി ബാർ 0 ആവണമെന്നുണ്ടെങ്കിൽ ബിയുടെ ഇൻപുട്ട് 1 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കത് ഓക്കെ, ബി ഇസ് ഈക്വൽ ടു 1 ആണ്. ഇനി ബി ഇസ് ഈക്വൽ ടു 1 ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടണം എന്നുണ്ടെങ്കിൽ എ ട്രാൻസിസ്റ്റർ എപ്പോഴെങ്കിലും ഓൺ ആയാൽ എ ആയിട്ട് കണക്ഷൻ മേക്ക് ചെയ്യും. ഓക്കെ, ഒരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. എ ആയിട്ട് കണക്ഷൻ മേക്കുക. എയുടെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 കിട്ടും. നമുക്ക് ഔട്ട്പുട്ട് 1 ആണ് കിട്ടേണ്ടത്. സോ എയും 1 ആയിരിക്കും. എയും 1, ബിയും 1 ആണ്. സോ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എ ബി എന്ന് പറയാം. അപ്പൊ വീണ്ടും ആൻഡ് ഗേറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ട്രാൻസിസ്റ്റർ രണ്ടെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമോസിന്റെ കേസും നമ്മൾ എൻമോസിന്റെ കേസൊക്കെ നോക്കി. അതേപോലെ തന്നെ ഇവിടെ NPN ട്രാൻസിസ്റ്റർ രണ്ടെണ്ണം സീരീസിലി കണക്ട് ചെയ്തിട്ടുണ്ട്. AB ഇൻപുട്ട് ഉണ്ട്. നോക്കുക, നമുക്ക് ഔട്ട്പുട്ട് വൈ വരണം എന്നുണ്ടെങ്കിൽ നോക്കുക, ഈ ട്രാൻസിസ്റ്റർ VCC വേണം ഔട്ട്പുട്ടിലേക്ക് വരാൻ. ഏതെങ്കിലും ട്രാൻസിസ്റ്റർ ഓൺ ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് കണ്ടക്ട് ചെയ്ത്, രണ്ട് ട്രാൻസിസ്റ്ററും ഓൺ ആണെങ്കിൽ കണ്ടക്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് 1 ആവുന്ന കോമ്പിനേഷൻ നോക്കിയാൽ മതി. ഓക്കെ, ഔട്ട്പുട്ട് 1 ആവണം എന്നുണ്ടെങ്കിൽ നോക്കുക, ഈ പറയുന്ന കേസിൽ A 0 ആണ്, B 0 ആണ്. രണ്ടും 0 ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ പറയുന്ന കേസിൽ ട്രാൻസിസ്റ്റർ ഓഫ് ആണ്. ഇതും ഓഫായി, ഇതും ഓഫായി. ഓക്കെ, അപ്പം NPN ട്രാൻസിസ്റ്റർ ആണ്. എപ്പോഴെങ്കിലും രണ്ട് ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിൽ നമ്മുടെ VCC എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് വരും. ഓക്കെ, രണ്ടും 0 ആവുന്ന സമയത്ത് മാത്രം നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആയി ഒരു പോസിബിലിറ്റി കിട്ടി. ഇനി വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് 0-1 നോക്കുക. 0-1 ആണെങ്കിൽ ഇത് ഓഫ് ആണ്, ഇത് ഓൺ ആണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഈ പറയുന്ന ഔട്ട്പുട്ടിലേക്ക് വരുന്നത് നമ്മൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ഈ പറയുന്ന സെക്കൻഡ് ട്രാൻസിസ്റ്റർ ഇത് ബ്ലോക്ക് ചെയ്യും, കണ്ടക്ട് ചെയ്യും. പക്ഷെ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ബ്ലോക്ക് ചെയ്യും. അപ്പോഴും എന്താ VCC തന്നെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ A ലോയും B ഹൈ ആണെങ്കിലും ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്? ഹൈ ആയിട്ട് തന്നെ കിട്ടും. നേരെ തിരിച്ച് നമ്മൾ നോക്കാൻ പോകുന്ന കോൺഫിഗറേഷനിലും A1 B 0 ആണെങ്കിലും
നോക്കുക, ഇത് ഓൺ ആയി പക്ഷെ താഴത്തെ ട്രാൻസിസ്റ്റർ ഓഫ് ആണ്, അപ്പോഴും കണ്ടക്ട് ചെയ്യില്ല, അപ്പോഴും VCC ഔട്ട്പുട്ടിലേക്ക് തന്നെ കിട്ടും. ആ പോസിബിലിറ്റി ഹൈ ലോയിലും ഔട്ട്പുട്ട് ഹൈ ആണ്. ഇനിയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് രണ്ടും ഹൈ ആവുന്ന കേസാണ്. രണ്ടും ഹൈ ആണെങ്കിൽ രണ്ട് ട്രാൻസിസ്റ്റർ ഓൺ ആണ്, സോ VCC ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യും. സോ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ആയിരിക്കും വൈകി കിട്ടുക. നമുക്ക് ഏത് ഗേറ്റാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. 0 കൊടുത്തു കഴിഞ്ഞാൽ ഹൈ വന്നു കഴിഞ്ഞു, 0 കൊടുത്തു കഴിഞ്ഞാൽ ഹൈ വന്നു. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയി എന്ന് പറഞ്ഞാൽ അത് നാൻഡ് ലോജിക്കാണ്. ഓക്കെ, രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ലോ, സോ നാൻഡ് ലോജിക്. അതേപോലെ തന്നെ ട്രാൻസിസ്റ്റർ ഇത് CMOSും ഇതും അനലൈസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ട്, അതൊന്ന് നോക്കിയേക്കുക. ഇവിടെ നോക്കുക, രണ്ട് സ്വിച്ച് പാരലി കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നോക്കുക, A 0 ആണ്, Bയും 0 ആണ്. രണ്ടും 0 ആണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആണ്, ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഹൈ കിട്ടി. ഓക്കെ, ഇനി വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ ഓൺ ആവുന്ന ആ പറയുന്നതിലെ കൂടെ ഗ്രൗണ്ടിലേക്ക് ഒരു പാത്ത് കിട്ടും, സോ ഔട്ട്പുട്ട് എന്താവും? 0. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഔട്ട്പുട്ട് 0 ആവും. ഏതെങ്കിലും ഇൻപുട്ട് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ലോ ആണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഗേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നോർ ഗേറ്റ് ആണ്. ഏതെങ്കിലും ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്, സോ ഇത് നോർ ഗേറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കാം, രണ്ടെണ്ണം പാരലി കണക്ട് ചെയ്തിട്ടുണ്ട്, സോ A+B ആണ്. നേരത്തെ കേസ് നോക്കുക, രണ്ടെണ്ണം സീരീസ്ലി കണക്ട് ചെയ്തിരിക്കുകയാണ്, അപ്പം AB ആണ് നോട്ട് ചെയ്യുക. അപ്പോൾ ലോവർ പോർഷനിൽ NMOS അല്ലെങ്കിൽ NPN ട്രാൻസിസ്റ്റർ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലോജിക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വേറെയും കേസസ് കൺസിഡർ ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ AB രണ്ടെണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ പറയുന്ന കോൺഫിഗറേഷനിൽ നമുക്ക് എന്താ ഔട്ട്പുട്ട് വരുന്നതെന്നുള്ളത് നോക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. ഇവിടെ എയും ബിയും സീരീസ് ആണ്, നമുക്ക് അറിയാം A × B എന്നുള്ള രീതിയിലാണ്. എൻ്റയർ കോൺഫിഗറേഷന് പാരലായിട്ടാണ് C കണക്ട് ചെയ്തിരിക്കുന്നത്, സോ പാരലായിട്ടാണ് വരുന്നതെങ്കിൽ ഓർ ആൻഡ് ഹോൾ ബാർ. സോ A × B + C ദ ഹോൾ ബാർ ആണ് ഈ പറയുന്ന കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട്. ഇനി അടുത്ത കോൺഫിഗറേഷൻ നോക്കാം. ഇവിടെ എയും ബിയും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സോ A+B എഴുതാം. ഇനി നോക്കുക, സിയും ഡിയും അഗെയിൻ പാരലാണ്, സോ C+D വരും. ഇനി ഈ പറയുന്ന രണ്ട് കോൺഫിഗറേഷനും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സോ ഇൻറ്റു ഹോൾ ബാർ. അപ്പം ഈ രീതിയിലായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് വരിക. ഇനി അടുത്ത കോൺഫിഗറേഷൻ നോക്കുക, എയും ബിയും സീരീസ് ആണ്, സോ A × B എഴുതാം. ആ പറയുന്ന കോൺഫിഗറേഷന് പാരലായിട്ടാണ് C കൊടുത്തിരിക്കുന്നത്, സോ +C ആയി. ഈ എൻ്റയർ കോൺഫിഗറേഷന് സീരീസ് ആയിട്ടാണ് D കണക്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഇൻറ്റു D ആൻഡ് ഹോൾ ബാർ. സോ ഇതായിരിക്കും നമ്മുടെ ഈ പറയുന്ന കോൺഫിഗറേഷൻ ഔട്ട്പുട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പറയുന്ന സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. അത് ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്നുകൂടെ വന്നേ ഉള്ളൂ. D1 D2 D3 ഐഡിയലാണ് പറഞ്ഞ E1 E2 E3 0 വോൾട്ട് ആണ്. സെയിം ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണിത്. ഈ പറയുന്ന കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് 10 കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡയോഡ്സ് എല്ലാം റിവേഴ്സ് ബയാസ്ഡ് ആക്കണം. റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് +10 വോൾട്ട് ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കും. റിവേഴ്സ് ബയാസ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും +10 വോൾട്ട് കൊടുക്കുക. +10 വോൾട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ലോജിക് ഹൈ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം E1 E2 E1 × E2 × E3 ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഇനി പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലോജിക് ഫാമിലിയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതാണ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ലോജിക് ഫാമിലിയിൽ നിന്ന്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പറയേണ്ടത് പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. നമുക്ക് അറിയാം ഈ പറയുന്ന ലോജിക് ഫാമിലീസിൽ ട്രാൻസിസ്റ്ററും ഡയോഡ്സും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നോർമലി അതിൽ സിഗ്നൽ പാസ് ചെയ്യുമ്പം കപ്പാസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. സോ ആ ഒരു കപ്പാസിറ്റി എഫക്റ്റ് കൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടാവും നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നതും ഔട്ട്പുട്ടിൽ കിട്ടാനുമായിട്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നാൻഡ് ഗേറ്റിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. നാൻഡ് ഗേറ്റിൽ ഞാനൊരു ലോജിക് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ സെയിം ഇൻസ്റ്റന്റിൽ, ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് കൊടുക്കുന്ന ഇൻസ്റ്റന്റ് T0 ആണെങ്കിൽ ആ T0 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ തന്നെ ഞാൻ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു നോട്ട് ഗേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ടിലേക്ക് ഞാൻ ആ സെയിം ഇൻസ്റ്റന്റിൽ, ഫോർ എക്സാമ്പിൾ ഇത് 1 സെക്കൻഡ് എന്ന് പറയുന്ന ടൈമിലായിരുന്നെങ്കിൽ
അല്ലെ ഫോർ 10 AM ആണെങ്കിൽ ഈ 10 AM തന്നെ ഞാൻ ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ചേഞ്ച്. പക്ഷെ ആ ചേഞ്ച് ഒക്കർ ചെയ്യുന്നത് കുറച്ച് ഒരു ഡിലേ കഴിഞ്ഞിട്ടേ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരുന്നുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് ആണ് ആക്ച്വലി പ്രൊപ്പഗേഷൻ ഡിലേ. ദ ആവറേജ് ട്രാൻസിഷൻ ടൈം ഫോർ ദ സിഗ്നൽ ടു പ്രൊപ്പഗേറ്റ് ഫ്രം ഇൻപുട്ട് ടു ഔട്ട്പുട്ട്. ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വേവ് ഫോം നിങ്ങൾക്ക് കാണാം. ഒരു 0 നിന്ന് 1 വരും, 1 to 0. ഒരു ട്രാൻസിഷൻ ആണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. ഒരു പൾസ് ആണ് ഇൻപുട്ടിൽ കൊടുക്കുക. ഈ പൾസ് തന്നെ നമ്മൾ ഐഡിയൽ കേസിൽ വരയ്ക്കുമ്പോൾ എക്സാക്ട്ലി ഒരു റെക്ടാംഗിൾ ഷേപ്പിലൊക്കെ നമ്മൾ ഷാർപ്പ് എഡ്ജസ് വരയ്ക്കും. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ അറിയേണ്ടത് ഈ 0 നിന്ന് 1 നമ്മുടെ ക്ലോക്ക് സിഗ്നൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഇറ്റ് ടേക്ക് സം ടൈം. ഓക്കെ, ഈ പറയുന്ന റൈസ് ടൈം ഉണ്ട്. ഓക്കെ, ഈ റൈസ് ടൈം നമ്മൾ ഐഡിയൽ കേസ് ആണെങ്കിൽ നമ്മൾ 0 to 1 വിത്തിൻ സെക്കൻഡ്സ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എത്തുന്ന പോലെ കാണും. പക്ഷെ കുറച്ചുകൂടെ മൈന്യൂട്ട് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തൊരു നാനോ സെക്കൻഡ് ഉണ്ടാവും ഈ പറയുന്ന 0 നിന്ന് 1 എത്താൻ. അതുകൊണ്ടാണ് ഇതും ഒരു സ്ക്വയർ പൾസ് തന്നെയാണ്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ സ്ക്വയർ പൾസ് 0 നിന്ന് 1 റൈസ് ആവാൻ വേണ്ടി ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാവും, ഒരു റൈസ് ഉണ്ടാവും. അപ്പൊ അത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത് 0 to 1 പൾസ് ആണ്, 1 to 0 റൈസിങ് എഡ്ജ് ഉണ്ട്, ഫോളിങ് എഡ്ജ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്രൊപ്പഗേഷൻ ഡിലേ ആക്ച്വലി നമ്മൾ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഒന്ന് TP-HL ഒന്ന് TP-LH. TP-HL കൊണ്ട് മീൻ ചെയ്യുന്നത് ഓക്കെ ഒരു ഹൈറ്റ് ലോ ട്രാൻസിഷൻ. അതായത് ഔട്ട്പുട്ടിൽ നോക്കുക, ഔട്ട്പുട്ട് 1 ആയിരുന്നു, അതിൽ നിന്ന് 0 വരാനുള്ള ചേഞ്ച്, ആ ഒരു ടൈം. ഓക്കെ, അപ്പൊ നോക്കുക ഇൻപുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടായി, പക്ഷെ ആ ചേഞ്ച് ഔട്ട്പുട്ടിലേക്ക് റിഫ്ലക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം. അപ്പൊ നോക്കുക, നമുക്ക് ഇതിനൊരു റെഫറൻസ് പോയിന്റ് വേണം. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഇൻപുട്ടിന്റെ 50% ചേഞ്ച് ഒക്കെ ചെയ്ത ടൈം. അതാണ് നമ്മൾ 50% ആണ് നമ്മൾ നോർമലി പ്രൊപ്പഗേഷൻ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു പോയിന്റ്. ആ ഒരു ടൈം തൊട്ട് ഔട്ട്പുട്ടിൽ 50% ചേഞ്ച് ഉണ്ടാവുന്ന ആ ഡ്യൂറേഷൻ. ഓക്കെ, ഈ ഡ്യൂറേഷനാണ് നമ്മൾ TP-HL എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് 1 to 0 ചേഞ്ച് ചെയ്യുന്ന ടൈം. ഇതേപോലെ തന്നെ നമുക്കറിയാം ഇൻപുട്ടിൽ 1 to 0 വന്നു, നോട്ട് ഗേറ്റ് ആണ്. അപ്പൊ 0 to 1 വീണ്ടും ചേഞ്ച് വരണം. അപ്പം ഈ കേസിലും നമ്മുടെ ഇൻപുട്ടിലെ 50% എന്ന് പറഞ്ഞ പോയിന്റും ഔട്ട്പുട്ടിലെ 50% എടുക്കുന്ന ടൈമും ആവാൻ എടുക്കുന്ന ടൈമും, ഈ ടൈമിനാണ് നമ്മൾ എന്ത് പറയാ TP-LH. അപ്പം ഇതും നമ്മുടെ പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. ഈ TP-HL പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. TP-HL എന്ന് പറഞ്ഞാൽ 1 to 0 ആവാനുള്ള പ്രൊപ്പഗേഷൻ ഡിലേ, 0 to 1 ആവാനുള്ളത് TP-LH. ഇത് എന്താ രണ്ടും സെപ്പറേറ്റ് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ കേസിൽ TP-LH is slightly higher than TP-HL ആണ്. ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതിൽ ഏതാണ് ഹയർ എന്നുള്ളത്. അപ്പൊ TP-LH TP-HL ഏതാണ് ഹയർ എന്ന് ചോദിച്ചാൽ TP-LH ആയിരിക്കും ഹൈ. അതായത് ഓഫ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് ഓൺ ആവാൻ എടുക്കാനാണ് ടൈം കൂടുതൽ വരിക. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണം. ഇതൊരു പോയിന്റ് ആണ്, ഈ ഗ്രേറ്റർ എന്നുള്ള സിമ്പിൾ വെച്ചൊന്ന് ഓർക്കുക. ലോ ആയിരിക്കുന്നതിന് ഹൈ ആവാനാണ് ടൈം എടുക്കുക, TP-LH. ഇനി നമ്മുടെ പ്രൊപ്പഗേഷൻ ഡിലേ, ആ പറയുന്ന പർട്ടിക്കുലർ ഗേറ്റിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വാല്യൂന്റെ ആവറേജ് ആണ്. അപ്പൊ പ്രൊപ്പഗേഷൻ ഡിലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് TP-HL പ്ലസ് TP-LH/2. അപ്പം അതും ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പവർ ഡിസിപ്പേഷൻ ആണ്. നമ്മളൊരു IC എടുക്കുകയാണെങ്കിൽ 7400 എന്ന് പറയുന്ന ഒരു IC എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 2 ഇൻപുട്ട് ഉള്ള 4 ഗേറ്റ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, നമ്മളൊരു +5 വോൾട്ട് ആണ് കണക്ട് ചെയ്യുക. പക്ഷെ ഈ പറയുന്ന IC-യിൽ 7400 എന്ന് പറയുന്ന AND ഗേറ്റ് IC-യിൽ ആക്ച്വലി 4 ഗേറ്റ്സ് ഉണ്ട്. 4 ഗേറ്റ്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് +5 വോൾട്ട് ആണ്. പക്ഷെ ഈ ഇന്റേണലി ഉള്ള ഗേറ്റ്സിന്റെ നമ്പർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യും. എല്ലാ ഗേറ്റിനും +5 വോൾട്ട് മതി, പക്ഷെ കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ നമുക്ക് പവർ ഡിസിപ്പേഷൻ, ഈ പറയുന്ന IC-യുടെ പവർ ഡിസിപ്പേഷനും കാൽക്കുലേറ്റ് ചെയ്യാം, പെർ ഗേറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പവർ കൺസ്യൂംഡ് പെർ ഗേറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആവാൻ വേണ്ടി ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് നോക്കുക, പവർ ഡിസിപ്പേഷൻ ഓഫ് IC എന്നും ചോദിക്കാറുണ്ട്, പവർ ഡിസിപ്പേഷൻ ഓഫ് ഗേറ്റ്. വളരെ സ്പെസിഫിക് ആയിട്ട് 7400 IC-യുടെ ചോദിക്കാറുണ്ട്. തന്നിരിക്കുന്ന ഗേറ്റും ഒക്കെ ആണെങ്കിൽ × 4 ഒക്കെ ചെയ്യണം. അപ്പൊ അത് നമ്മൾ നോക്കണം. ഇനി IC-യുടെ ആണ് പവർ ഡിസിപ്പേഷൻ തന്നിന് ഗേറ്റിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് /4 ചെയ്യാം. അത് ഒന്ന് ഓർക്കേണ്ട പോയിന്റ് ആണ്. അപ്പോൾ കറന്റ് ഡ്രോൺ ഇൻ ഹൈ സ്റ്റേറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം കറന്റ് ഡ്രോൺ ഇൻ ലോ സ്റ്റേറ്റ്. അതാണ് അടുത്തൊരു പോയിന്റ്. അതായത് നമ്മുടെ ഈ പറയുന്ന ലോജിക് ഗേറ്റ്സ് ഹൈ ആയിരിക്കുന്ന ടൈമിലും ലോ ആയിരിക്കുന്ന ടൈമിലും കൺസ്യൂം ചെയ്യുന്ന കറണ്ട് ഡിഫറെന്റ് ആണ്. നോർമലി ലോജിക് ലോ ആയിരിക്കുമ്പോഴാണ് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യുക. ഓക്കെ, അത് ഒരു ഓർക്കേണ്ട പോയിന്റ് ആണ്. ആക്റ്റീവ് ലോ ആയിരിക്കുന്ന സമയത്താണ് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യുക. എനിവേ, അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മൾ പവർ ഡിസിപ്പേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും
50% ഡ്യൂട്ടി സൈക്കിളുള്ള ഇൻപുട്ട് വേവ് ഫോം കൊടുത്തിട്ടാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ളൊരു വേവ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടൈം ഓണും ഈക്വൽ ടൈം ഓഫും, ഓക്കെ, ഇങ്ങനെ ഓണും ഓഫും ഉള്ള ഒരു വേവ് ഫോം കൊടുത്തിട്ടാണ് നമ്മൾ പവർ കൺസ്യൂം ചെയ്യുന്നത് അറ്റ് എ സ്പെസിഫൈഡ് ഫ്രീക്വൻസി. അപ്പം ഇതും കൂടെ ഒന്ന് ഓർക്കണം, അറ്റ് എ സ്പെസിഫൈഡ് ഫ്രീക്വൻസിയാണ് നമ്മൾ പവർ ഡിസിപ്പേഷൻ കാൽക്കുലേറ്റ്. കാരണം ഇത് വേരി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ ടൈം ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പവർ കൺസ്യൂം ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ പവർ കാൽക്കുലേഷനിൽ എപ്പോഴും നമുക്കൊരു സ്പെസിഫൈഡ് ഫ്രീക്വൻസിയിലാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ ഐസിയുടെ കേസിൽ. അതേപോലെ ഡ്യൂട്ടി സൈക്കിളും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗേറ്റ്സിന്റെ ഐ സി ആണ്. അപ്പോൾ നമുക്ക് ഐ സി ആവറേജ് വേണം, കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് ICC ആവറേജ്. അപ്പോൾ ICC ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ICCH പ്ലസ് ICCL/2. ICCH എന്ന് പറയുന്നത് കറണ്ട് ഡ്രോൺ ബൈ ദ IC വെൻ ഓൾ ദ ഗേറ്റ്സ് ഇൻ ദ IC ആർ ഹൈ സ്റ്റേറ്റ്. ICL എന്ന് പറയുന്നത് ഓൾ ദ ഗേറ്റ്സ് ഇൻ ദ ആർ ഇൻ ദി ലോ സ്റ്റേറ്റ്. അപ്പൊ രണ്ട് ഇതിന്റെയും ഹാഫ് എടുക്കും, കാരണം നമ്മൾ 50% ഡ്യൂട്ടി സൈക്കിളാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 50% ഡ്യൂട്ടി സൈക്കിളാണ് നമ്മൾ ഹാഫ് എടുക്കുന്നത്. അപ്പോൾ കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് ICCH പ്ലസ് ICCL/2 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി കിട്ടുന്ന കറണ്ടിനെ ബൈ എൻ ചെയ്യുക ഇൻറ്റു VCC. സോ പവർ എന്ന് പറയുന്നത് V ഇൻറ്റു I ആണ്. സോ I കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ് നമുക്ക് ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ